ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചതോടുകൂടി സജീവമായി പ്രചാരണ ചൂടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു മണ്ഡലങ്ങൾ. ആലപ്പുഴ, കൊല്ലം, കോട്ടയം ജില്ലകളിലെ നിയോജക മണ്ഡലങ്ങൾ ഉൾപ്പെട്ട മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ സാധ്യതകളാണ് ഇന്ന് മണ്ഡലങ്ങളിലൂടെ പരിശോധിക്കുന്നത്. കൃത്യമായ പ്രചാരണ വിഷയങ്ങളിലൂന്നിയുള്ള പ്രചാരണമല്ല മാവേലിക്കര മണ്ഡലത്തിൽ നടക്കാറുള്ളത്. അതാതു കാലത്തെ രാഷ്ട്രീയ സാമൂഹിക സംഭവ വികാസങ്ങളാണ് പലപ്പോഴും മാവേലിക്കര മണ്ഡലത്തിന്റെ ഭാവി നിർണ്ണയിക്കാറുള്ളത്. UDFന് മേൽക്കൈയുള്ള മണ്ഡലമാണെന്ന് പറയുമ്പോഴും LDFനോട് ഇടഞ്ഞു നിൽക്കുന്ന പാരമ്പര്യമല്ല മാവേലിക്കരയ്ക്കുള്ളത്. 2005 മണ്ഡല പുനഃക്രമീകരണത്തോടെ സംവരണ മണ്ഡലമായി മാറിയ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിന് വലത്തോട്ടാണ് ചായ്വ്. എന്നാൽ അട്ടിമറി ജയത്തിലൂടെ ഇടതിനൊപ്പവും ഈ മണ്ഡലം ഉറച്ചു നിന്നിട്ടുണ്ട്. ആ പ്രതീക്ഷയിലാണ് അടൂർ MLA ചിറ്റിയം ഗോപകുമാറിനെ LDF കളത്തിലിറക്കിയത്. സിറ്റിംഗ് MP കൊടിക്കുന്നിൽ സുരേഷിനെ നേരിടാൻ തക്ക മണ്ഡല പരിചയവും അനുഭവ പരിചയവുമുള്ള നേതാവായാണ് ചിറ്റിയം ഗോപകുമാറിനെ പരിഗണിക്കുന്നത്. മണ്ഡലത്തിന്റെ പൊതുചിത്രം പരിശോധിക്കാം. കൊല്ലം ജില്ലയിലെ പത്തനാപുരം, കൊട്ടാരക്കര, കുന്നത്തൂർ, കോട്ടയം ജില്ലയുടെ ചങ്ങനാശ്ശേരി, ആലപ്പുഴ ജില്ലയുടെ ഭാഗമായ കുട്ടനാട്, ചെങ്ങന്നൂർ, മാവേലിക്കര എന്നീ 7 നിയമസഭാ മണ്ഡലങ്ങളാണ് മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നത്. നേട്ടങ്ങളും കോട്ടങ്ങളും പരിശോധിക്കുമ്പോൾ നെഞ്ചുറപ്പോടെ വോട്ടർമാരെ കാണാൻ അല്പം വൈമനസ്യമുണ്ടായിരിക്കും ഇടത് വലത് മുന്നണികൾക്ക്. മാറി മാറി വന്നിട്ടും അടിസ്ഥാന സൗകര്യ വികസനങ്ങളിൽ വലിയ നേട്ടം അവകാശപ്പെടാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. 1951 57 നടന്ന തെരഞ്ഞെടുപ്പിൽ തിരുവല്ലയിലും അടൂരിലുമായിട്ടായിരുന്നു ഇന്നത്തെ മാവേലിക്കര മണ്ഡലം. 1962 തിരുവല്ലയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും പിന്നീട് അടൂർ മണ്ഡലത്തിലെ ചില പ്രദേശങ്ങളും കൂടി ചേർത്ത് മണ്ഡലം പുനഃക്രമീകരിച്ചു. 1977 ശേഷമുള്ള തെരഞ്ഞെടുപ്പുകളിൽ 2 തവണ മാത്രമാണ് ഈ മണ്ഡലം ഇടതുപക്ഷത്തിന് ഒപ്പം നിന്നത്. 1984 തമ്പാൻ തോമസും 2004 CS സുജാതയും പാർലമെന്റിലെത്തിയതൊഴിച്ചാൽ ബാക്കിയെല്ലാം UDF നേതാക്കൾക്കായിരുന്നു നേട്ടം. മാവേലിക്കര നിയോജകമണ്ഡലം അന്നത്തെ മാവേലിക്കര അല്ലിപ്പോൾ കുറേ അധികം വ്യത്യാസമുണ്ട്. രമേശ് ചെന്നിത്തല, PJ കുര്യൻ, തമ്പാൻ തോമസ് അവരൊക്കെ ജയിച്ചു. പക്ഷെ പിന്നീട് ഡീലിമിറ്റേഷൻ വന്ന നിയോജകമണ്ഡലം മാറി ചങ്ങനാശ്ശേരി കൂട്ടിച്ചേർത്തു, കുട്ടനാട് ചേർത്തു, ആലപ്പുഴയിലെ കായംകുളം ഒഴിവാക്കി, കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര, പത്തനാപുരം, കുന്നത്തൂർ നിയോജകമണ്ഡലങ്ങൾ അതിനോടൊപ്പം ചേർത്ത് അങ്ങനെ 3 ജില്ലകളായി. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ 2 തെരഞ്ഞെടുപ്പ് നടന്നെന്നാണ് എൻ്റെ ഓർമ്മ. ഞാനും കൂടി ഉൾപ്പെടുന്ന UDFാണ് ജയിച്ചത്. ഇത്തവണ LDF വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും. ഇതിൽ 5 തവണ മണ്ഡലത്തിൽ നിന്നും ജയിച്ചു കയറിയത് മുൻ കേന്ദ്രമന്ത്രിയും രാജ്യസഭാ ഉപാധ്യക്ഷനുമായിരുന്ന PJ കുര്യനാണ്. 1980 ഇവിടെ നിന്ന് ജയിച്ച PJ കുര്യൻ പിന്നീട് 1989 മുതൽ 1999 വരെ തുടർച്ചയായി മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. 1999 തെരഞ്ഞെടുപ്പിൽ രമേശ് ചെന്നിത്തലയെ രംഗത്തിറക്കിയാണ് കോൺഗ്രസ് സീറ്റ് നിലനിർത്തിയത്. എന്നാൽ 2004 CPMലെ CS സുജാത കോൺഗ്രസിന്റെ തുടർ വിജയത്തിന് വിരാമമിട്ടു. രാജ്യമെങ്ങുമുണ്ടായിരുന്ന കോൺഗ്രസ് വിരുദ്ധ വികാരം കേരളത്തിലും പ്രതിഫലിച്ചതിന്റെ തുടർച്ചയായിരുന്നു രമേശ് ചെന്നിത്തലയുടെ വീഴ്ച. പക്ഷേ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ കൊടിക്കുന്നിൽ സുരേഷിലൂടെ മണ്ഡലം UDF തിരികെ പിടിച്ചു. കാർഷിക മേഖലയിലെ പ്രതിസന്ധി തന്നെയാണ് മാവേലിക്കരയിൽ എക്കാലത്തും ചർച്ചാ വിഷയമായത്. മാവേലിക്കരയുടെ പേര് തന്നെ ഒരു കാലത്ത് ഓണാട്ടുകര എന്നായിരുന്നു. കേരളത്തെ ഓണമൂട്ടിയ കര എന്നാണ് അതിന്റെ അർത്ഥം. കേരളത്തെ മുഴുവൻ ഓണമൂട്ടാനുള്ള കാർഷിക സമ്പൽ സമൃദ്ധി അന്ന് ഈ മണ്ണിലുണ്ടായിരുന്നു. ഇന്ന് ചിത്രമാകെ മാറി മാറി വരുന്ന സർക്കാരുകൾ പ്രഖ്യാപിക്കുന്ന പദ്ധതികളൊന്നും ഇവിടുത്തെ അടിസ്ഥാന വർഗത്തിനോ കർഷകർക്കോ ഗുണകരമാകുന്ന തലത്തിൽ നീങ്ങിയില്ല എന്നുള്ളതാണ് വാസ്തവം. ഇനിയും ഏറെ പ്രശ്നങ്ങൾ ഈ മണ്ഡലത്തിൽ കാർഷിക മേഖലയിൽ പരിഹരിക്കപ്പെടാതെ കിടക്കുന്നുണ്ട്. അതിനെല്ലാം ഒരു പരിഹാരം കാണുക എന്നുള്ളത് മാറിവരുന്ന ഏത് സർക്കാരിനെ കൊണ്ടാകുമെന്നുള്ള കാര്യം തന്നെയാണ് ഈ നാട്ടിലെ ജനങ്ങൾ ഉറ്റുനോക്കുന്നത്. ഇനിയൊരു MP വന്നാൽ, ഇനിയൊരു ഭരണമാറ്റം വന്നാൽ അനുകൂലമായ എന്തെങ്കിലും നടപടി സർക്കാർ തലത്തിൽ നിന്നുണ്ടാകുമെന്ന പ്രതീക്ഷ മാത്രമാണ് കർഷകർക്ക് ഇപ്പോഴുള്ളത്. കേരളത്തിന്റെ നെല്ലറയായ കുട്ടനാട് ഇന്നും കാർഷിക പ്രശ്നങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം വരുന്ന പേരാണിത്. ഇവിടുത്തെ നെൽകർഷകരുടെ ആവശ്യങ്ങൾക്ക് മണ്ഡലത്തേക്കാൾ പഴക്കമുണ്ട്. റബ്ബറും നാളികേരവുമെല്ലാം വിലയിൽ പിന്നാക്കം പോകുമ്പോൾ നെടുവേർപ്പെടുകയല്ലാതെ മറ്റൊന്നും ഇവർക്ക് ചെയ്യാനില്ല.
കാർഷിക പാക്കേജുകളൊന്നും ഇവിടെ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയില്ല. പ്രളയക്കെടുതികൾ നാശം വിതച്ച ചെങ്ങന്നൂരും കുട്ടനാടും ഈ പാർലമെന്റ് മണ്ഡലത്തിന് കീഴിലാണ്. പ്രളയബാധിതരുടെ പ്രശ്നങ്ങൾക്ക് ഇനിയും ശാശ്വത പരിഹാരമായിട്ടില്ല. നഷ്ടപ്പെട്ട വീടും കൃഷിഭൂമിയുമെല്ലാം തിരിച്ചുപിടിക്കാനാവാത്തവർ നിരവധിയാണ്. കാലാകാലങ്ങളായി ഉന്നയിക്കുന്ന കുടിവെള്ള പ്രശ്നം അതിന്റെ പാരമ്യത്തിലാണിപ്പോൾ. പ്രളയകാലത്ത് മലിനമായ ജലസ്രോതസ്സുകൾ ഇനിയും പൂർവ്വസ്ഥിതിയിലെത്തിയിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഈ ആവശ്യങ്ങളെല്ലാം പ്രധാന പ്രചാരണായുധങ്ങളാവുമെന്നതിൽ സംശയം വേണ്ട. ഈ വെള്ളപ്പൊക്കം ഇവിടുത്തെ ഗവൺമെൻറ് സൃഷ്ടിച്ച വെള്ളപ്പൊക്കമാണ്. വകുപ്പുകൾ തമ്മിൽ ഏകോപനമില്ലായിരുന്നു. വൈദ്യുതി വകുപ്പ്, അതുപോലെ റവന്യൂ വകുപ്പ്, വനം വകുപ്പ്, ഇറിഗേഷൻ വകുപ്പ്, ഈ 4 വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മയാണ് ഈ പ്രളയത്തിന് കാരണമായത്. അതിന് ഇവിടുത്തെ നാട്ടുകാർ അനുഭവിച്ച ദുരന്തം, ആ ദുരന്തത്തിൻ്റെ മറച്ചു വെച്ചുകൊണ്ട് വെള്ളപ്പൊക്കം ബാധിച്ചവരെ രക്ഷകരായി, അവരുടെ മിശികാമാരായി ഇപ്പോൾ ഇവർ നടക്കുകയാണ്. ആരാ? നവകേരള സൃഷ്ടിക്കാൻ. എന്തിന് നവകേരളം സൃഷ്ടിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു? അപ്പോൾ ഈ ദുരന്തം ഉണ്ടാക്കി വെച്ചവർ ദുരിതാശ്വാസം എന്ന് പറയുന്ന നടക്കുമ്പോൾ ആളുകൾക്ക് എങ്ങനെയാണ് ഇവർ പറയുന്നത് വിശ്വസിക്കാൻ കഴിയുക? ഒന്ന്, അവിടുത്തെ സ്ഥാനാർത്ഥി കഴിഞ്ഞ 25 കൊല്ലമായിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്ന ആളാണ്. നിയോജകമണ്ഡലം വല്ലാണ്ടങ്ങ് അവഗണിച്ചാണ്. ഇപ്പം തന്നെ ഈ പ്രളയമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ MLA MP ഒന്നും അല്ലെങ്കിലും ചെങ്ങന്നൂരും ആറന്മുളയുടെയും ഭാഗങ്ങളും തിരുവല്ലയുടെയും കുട്ടനാടിൻ്റെയും ഭാഗങ്ങളും മാവേലിക്കരയുടെയും ഒക്കെ ഭാഗങ്ങളിലൊക്കെ ഞങ്ങളെ കൊണ്ട് കഴിയുന്നതൊക്കെ ചെയ്തു. പക്ഷെ MP അവിടെ ഒന്നും കണ്ടില്ല. പ്രളയം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും MP യോ കേന്ദ്ര സർക്കാരോ ഒന്നുമല്ല, പ്രാഥമികമായിട്ട് ചെയ്യേണ്ട സംസ്ഥാന സർക്കാർ തന്നെയാണ്. ഒരുപാട് വലിയ ഇടപെടലുകൾ, പിന്നെ അതിൻ്റെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾക്കും റിഹാബിലിറ്റേഷനും ഒക്കെ ആയിട്ട് കാര്യങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതെല്ലാവർക്കും അറിയാം. പക്ഷെ പിന്നീടാണ് വലിയ ഉത്തരവാദിത്വം വരുന്നത്. റീബിൽഡ് കേരളം തന്നെ പേരിട്ടത് റീബിൽഡ് കേരള എന്നാണ്. ഈ റീബിൽഡിൽ എന്താണ് MP-മാരുടെ പങ്ക്, പ്രത്യേകിച്ച് ഇവിടുത്തെ MP-യുടെ പങ്ക്? കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രളയം ഉണ്ടായ പ്രദേശമാണ് കുട്ടനാടും ചെങ്ങന്നൂരും. ഇവിടെ ഇതിൻ്റെ പുനഃസൃഷ്ടിക്കായിട്ട് എൻ്റെ അഭിപ്രായത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് എന്ന MP-യുടെ ഭാഗത്തു നിന്ന് ഒരു നിർദ്ദേശം പോലും ഉണ്ടായിട്ട് എൻ്റെ അറിവിലില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരുമാണ് പറയേണ്ടത്. അത് തീർച്ചയായും അദ്ദേഹത്തിന് സമയമില്ലാത്തതിൻ്റെയോ മറ്റോ പ്രശ്നങ്ങളൊക്കെ വേറെ ആയിരിക്കാം. പക്ഷേ അത് കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ്. വികസന കാര്യത്തിൽ ചെയ്യേണ്ട സംസ്ഥാന സർക്കാരാണ് എന്നുള്ള ഒരേ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് MP-ക്ക് അതിനകത്ത് ക്രിയാത്മകമായ പങ്കുവഹിക്കാനില്ല എന്നുള്ള തെറ്റിദ്ധാരണയായിരിക്കും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർക്കുള്ളത്. പക്ഷേ എന്നെപ്പോലുള്ള ആൾക്കാർ കാണുന്ന അങ്ങനെയല്ല. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാനുണ്ട് എന്നുള്ള നിലയിൽ തന്നെയാണ്. ആ തരത്തിലുള്ള ഇടപെടൽ ഇക്കാര്യത്തിൽ മാവേലിക്കര മണ്ഡലത്തിലെ പ്രളയം ബാധിച്ച കുട്ടനാട്ടിലും ചെങ്ങന്നൂരിലും MP-യുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന സ്ഥിതിയാണ് ദൗർഭാഗ്യകരമായി സംഭവിച്ചത്. അടിസ്ഥാന സൗകര്യ വികസനങ്ങളിലെ അപര്യാപ്തത, ആവശ്യത്തിന് കേന്ദ്ര പദ്ധതികൾ ഇല്ല എന്ന പോരായ്മ എന്നിവയെല്ലാം പ്രതിപക്ഷത്തിന്റെ ആയുധങ്ങളാവും. റെയിൽവേ പദ്ധതികൾ വേണ്ടത്ര പരിഗണിച്ചിട്ടില്ല. ചെങ്ങന്നൂർ പാത ഇരട്ടിപ്പിക്കൽ എന്ന ആവശ്യം ഇനിയും നടപ്പിലായില്ല. ശബരി പാതയുമായി ബന്ധപ്പെടുത്തിയുള്ള പ്രഖ്യാപനങ്ങൾ കേവലം പ്രസംഗത്തിലൊതുങ്ങി. ജലഗതാഗതത്തിന് ഏറെ സാധ്യതയുണ്ടായിരുന്നുവെങ്കിലും അതുപയോഗപ്പെടുത്താതെ പോയതും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായേക്കും. ഭരണ നേട്ടങ്ങൾ ഉയർത്തി UDF-ന് ഒരു പരിധിവരെ അത് മറികടക്കാമെന്നാണ് പ്രതീക്ഷ. ഈ മണ്ഡലത്തിൽ നടന്നിട്ടുള്ള വികസനം പരിശോധിച്ച് നോക്കിയാൽ റെയിൽവേ, അതുപോലെ BSNL, പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ്, അതുപോലെ വിദേശകാര്യ വകുപ്പ്, മാത്രവുമല്ല നാഷണൽ ഹൈവേ, ഇങ്ങനെയുള്ള സെക്ടറുകളിലാണല്ലോ നമുക്ക് വികസനം കൊണ്ടുവരാൻ കഴിയുന്നത്. ഇവിടെ ഉള്ളതെന്ന് പറയുന്നത് റെയിൽവേ എന്ന് പറയുമ്പോൾ കൊല്ലം ചെങ്കോട്ട മീറ്റർ ഗേജ് ബ്രോഡ് ഗേജ് ആക്കുക എന്നതാണ്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു, ട്രെയിനുകൾ ഓടിച്ചു തുടങ്ങി. അതുപോലെ തന്നെ കായംകുളം മുതൽ ചിങ്ങവനം വരെയുള്ള റെയിൽവേ പാത ഇരട്ടിപ്പിക്കൽ പൂർത്തിയാക്കി ശബരിമലയുടെ ഗേറ്റ്വേ ആയ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനെ മാതൃകാ സ്റ്റേഷനാക്കി മാറ്റി. ഇനിയിപ്പോൾ 100 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ അനുവദിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം കടക്കാൻ പോവുകയാണ്. ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ ഏതാണ്ട് ഹൈടെക് റെയിൽവേ സ്റ്റേഷനാക്കി മാറ്റി. മറ്റൊന്ന് നാഷണൽ ഹൈവേ. ഇപ്പോൾ ആലപ്പുഴ ടൂറിസമാണ്, ബാക്ക്വാട്ടർ ടൂറിസമാണ്. തൊട്ടടുത്ത് തമിഴ്നാട്ടിലെ കൊടൈക്കനാൽ ഹിൽ ടൂറിസമാണ്. ഹിൽ ടൂറിസത്തെയും ബാക്ക്വാട്ടർ ടൂറിസത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആലപ്പുഴ കൊടൈക്കനാൽ നാഷണൽ ഹൈവേ ഞാൻ ഉപരിതല ഗതാഗത മന്ത്രാലയത്തിൽ വെച്ച പ്രപ്പോസലാണ്. അത് അംഗീകരിച്ചു. 300 കോടി രൂപയുടെ DPR ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് ആലപ്പുഴ മുതൽ വാഴൂർ വരെയുള്ള ഭാഗത്തെ വൈഡനിങ്ങും സ്ട്രെങ്തനിങ്ങുമായിട്ട്
നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ 3 പുതിയ ഹൈവേകൾ, നാഷണൽ ഹൈവേകൾ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. സാമുദായിക വോട്ടുകൾ ഏറെ നിർണായകമാണ് മാവേലിക്കരയിൽ, പ്രത്യേകിച്ച് ഹൈന്ദവ വോട്ടുകൾ. ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെയോ മുസ്ലിം വിഭാഗത്തിൻ്റെയോ വോട്ടുകൾ ഇവിടെ വോട്ട് ബാങ്കിൽ വിള്ളൽ വരുത്താൻ തക്ക അത്രയും പോരുമയിലെത്തിയിട്ടില്ല. NSSൻ്റെയും BDJSൻ്റെയും KPMSൻ്റെയും വോട്ടുകൾ ആർക്കു പോകുന്നു എന്നുള്ളത് ഈ മണ്ഡലത്തിൻ്റെ ജയപരാജയ സാധ്യതകളെ നിർണ്ണയിക്കാൻ പോന്നവയാണ്. 2019 ജനുവരിയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കനുസരിച്ച് മണ്ഡലത്തിൽ 12,72,751 വോട്ടർമാരാണുള്ളത്. ഇതിൽ 6,01,410 പുരുഷ വോട്ടർമാരും 6,71,339 സ്ത്രീ വോട്ടർമാരും 2 ട്രാൻസ്ജെൻഡേഴ്സുമുണ്ട്. സ്ത്രീകൾക്ക് ആധിപത്യമുള്ള മണ്ഡലമായതിനാൽ തന്നെ പൊതുരാഷ്ട്രീയ ബോധത്തിനപ്പുറമുള്ള വിഷയങ്ങളും ഇവിടെ ചർച്ചയാകും. ശബരിമലയിലെ സ്ത്രീ പ്രവേശനം അതിൽ മുൻപന്തിയിലുണ്ടാകും. NSS, SNDP, KPMS എന്നീ സാമുദായിക സംഘടനകൾ വോട്ട് ബാങ്കിനെ സ്വാധീനിക്കും. ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടന്ന വിവാദങ്ങളും സമരങ്ങളും പ്രക്ഷോഭങ്ങളും അതിൻ്റെ ഏറ്റവും വലിയ പ്രതിഫലനം ഉണ്ടാകാൻ പോകുന്നത് മാവേലിക്കരയാണ്. ഒന്ന്, ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിശ്വാസികളൊപ്പം നിന്നത് നായർ സർവീസ് സൊസൈറ്റി. അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സാണ് ചങ്ങനാശ്ശേരി ഉൾപ്പെടുന്ന ചങ്ങനാശ്ശേരി, അത് മാവേലിക്കര. ശബരിമല തന്ത്രിമാർ താമസിക്കുന്നത് ഇവിടെയാണ്, ചെങ്ങന്നൂരാണ്. പന്തളം കൊട്ടാരം തൊട്ടടുത്താണ്. ശബരിമല തീർത്ഥാടകർ അതിൻ്റെ 80% ഇവിടെയാണ് ഇറങ്ങിയിട്ട് ശബരിമലയ്ക്ക് പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടും മാവേലിക്കര നിയോജകമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ശബരിമല യുവതീ പ്രവേശനം നന്നായി റിഫ്ലക്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു നിയോജകമണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ ഈ നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾ വിശ്വാസികൾക്ക് മുൻതൂക്കമുള്ള ഒരു നിയോജകമണ്ഡലമാണ് ഇവിടെ. അത് CPM ആയിരുന്നാലും ഇടതുപക്ഷത്തിൽ പോലുമുള്ള വിശ്വാസികൾക്ക് മുൻതൂക്കമുള്ളതാണ്. ഇവിടെ CPMലുള്ള വിശ്വാസികളും അവരുടെ തീരുമാനത്തോട്, യുവതി പ്രവേശനം ബന്ധപ്പെട്ട തീരുമാനത്തോട് കടുത്ത എതിർപ്പാണുള്ളത്. അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് വിശ്വാസികളുടെ ഒരു പിന്തുണ കിട്ടാൻ പോകുന്നത് UDFനായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം പിണറായിയെ പരാജയപ്പെടുത്തുക, LDFനെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ്. യുവതി പ്രവേശനമായി വിശ്വാസികളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയ സർക്കാരിന് അതിന് വിശ്വാസികൾ നോക്കുമ്പോൾ BJPക്ക് വോട്ട് ചെയ്തുകൊണ്ട് അവർ ജയിക്കാൻ പോകുന്നില്ല. CPMനെ തോൽപ്പിക്കുക, LDFനെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. അതിന് UDFനെ ജയിപ്പിച്ചാൽ മാത്രമേ ഇതിനോട് പ്രതികാരം വീട്ടാൻ കഴിയുകയുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം തുടക്കം മുതൽ തന്നെ ഈ ശബരിമല യുവതീ പ്രവേശനം വന്ന് സുപ്രീം കോടതി വിധി വന്നപ്പോൾ തന്നെ യുവതീ പ്രവേശനത്തിനെതിരായി പ്രതികരിച്ച ഒരാളാണ്, നിലപാട് സ്വീകരിച്ച ഒരാളാണ്. പന്തളം കൊട്ടാരത്തിൽ പോയി അവിടുത്തെ ശശികുമാരുമായി ചർച്ച നടത്തി, തന്ത്രിയെ പോയി കണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. NSS ആസ്ഥാനത്ത് പോയി അവരുടെ നിലപാടിനോടൊപ്പം നിന്നു. ആലപ്പുഴയിൽ നിന്ന് പത്തനംതിട്ട വരെ വിശ്വാസ സംരക്ഷണ യാത 10 ദിവസം കാൽനട യാതയായി ആയിരക്കണക്കിന് ആളുകളോടൊപ്പം യാത്ര ചെയ്തു. അങ്ങനെ തുടക്കം മുതൽ തന്നെ ഈ യുവതീ പ്രവേശനത്തിൽ സർക്കാർ എടുത്ത നിലപാടിനെ അനുകൂലിക്കാതെ വിശ്വാസികൾക്കൊപ്പം നിന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഈ നിയോജകമണ്ഡലത്തെ വിശ്വാസികൾ എന്നോടൊപ്പം ഉണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം. പ്രത്യക്ഷത്തിൽ മത്സരം ഇടത് വലത് ചേരികൾ തമ്മിലാണെങ്കിലും NDAയ്ക്കും ഇവിടെ വേരോട്ടമുണ്ട്. BDJSന്റെ ഇടപെടലുകൾ മണ്ഡലത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കുന്നുവെന്നതാണ് വാസ്തവം. വോട്ടെടുപ്പിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ NDAയ്ക്ക് കഴിയില്ലെങ്കിലും ഇടത് വലത് ചേരിയിൽ നിന്നുള്ള വോട്ട് ഭിന്നിപ്പിക്കാൻ തീർച്ചയായും NDAയ്ക്ക് കഴിയും. ഇടതുപക്ഷത്തോട് ഇടഞ്ഞു നിൽക്കുന്ന NSSന്റെ വോട്ടുകൾ ഇവിടെ നിർണായകമാണ്. ശബരിമല എന്നുള്ള വിഷയമാണ് മുഖ്യ പ്രചാരണ വിഷയമായിട്ട് വരാൻ പോകുന്നതെന്നും വോട്ടർമാരുടെ മനസ്സിനെ ഈ വോട്ടിങ്ങിൽ നിർണ്ണയിക്കാൻ പോകുന്ന സുപ്രധാന കാര്യമായിരിക്കും അത് എന്നും വിശ്വസിക്കാത്ത ഒരാളാണ് ഞാൻ. സമുദായ ഘടകങ്ങളുടെ സ്വാധീനം ഏറെയുള്ള ഒരു മണ്ഡലമായിട്ടാണ് മാവേലിക്കര വിലയിരുത്തപ്പെടുന്നത്. സംവരണ മണ്ഡലമാണെങ്കിൽ അത്തരത്തിൽ യാഥാർത്ഥ്യവുമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോഴേക്ക് ഈ പട്ടികജാതി സംഘടനകളുടെ സ്വാധീനം ഏറെയുള്ള ഒരു മണ്ഡലമാണ് മാവേലിക്കര. അതിൽ തന്നെ KPMS എന്ന സംഘടനയ്ക്കാണ് കൂടുതൽ സ്വാധീനവും. അപ്പോൾ ആ സ്വാധീനം മുൻകാലങ്ങളിൽ കൂടുതൽ ലഭിച്ചിരുന്നത് കൊടിക്കുന്നിൽ സുരേഷിനായിരുന്നു എന്നുള്ള വസ്തുതയുമാണ്. അത് അദ്ദേഹത്തിൻ്റെ മാത്രം ഒരു വൈഭവം കൊണ്ടല്ല, ഈ R ബാലകൃഷ്ണപിള്ള പോലുള്ളവരുടെ ഇടപെടലിൻ്റെ ഒരു മേന്മയും കൂടെ അതിനുണ്ട്. അതും കാണാതിരുന്നുകൂടല്ലോ. പക്ഷേ ഇത്തവണ
ആ ഘടകങ്ങളൊന്നും പൂർണ്ണതോതിൽ അങ്ങനെയല്ല നിൽക്കുന്നത്. അതുപോലെ തന്നെ 79,000 ചില്ലുവാനം വോട്ടാണ് 2014 ഇലക്ഷനിൽ NDA കിട്ടിയിരുന്നതെങ്കിൽ 2016 ആയപ്പോഴേക്ക് അത് 1,20,000 മുകളിലായിട്ടുണ്ട്. അപ്പോൾ ഈ ഘടകങ്ങളും ഒക്കെ ഇവിടെ സ്വാധീനം ചെലുത്തും. സാമുദായിക ഘടകങ്ങളുടെ സ്വാധീനമുണ്ട്, ഈ വോട്ട് വർധനയുടെ സ്വാധീനമുണ്ട്, പിന്നെ മറ്റ് ചില ബാഹ്യമായ കാരണങ്ങളുമുണ്ട്. അതൊക്കെ അനുകൂലമായ ഘടകങ്ങളായിട്ട് ചിറ്റയം ഗോപകുമാറിന് വരും എന്നാണ് പൊതുവിൽ കരുതപ്പെടുന്നത്. മണ്ഡല പുനഃക്രമീകരണത്തിലൂടെ സംവരണ മണ്ഡലമായ മാവേലിക്കരയിൽ എന്നും ജയിച്ചു കയറിയത് UDF ആണ്. ഇത്തവണയും UDFന് ആ ആത്മവിശ്വാസമുണ്ട്. കൊടിക്കുന്നിൽ സുരേഷ് MP-ക്ക് വീണ്ടും മാവേലിക്കരയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പാർലമെന്റിൽ സംസാരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഇവർ വിശ്വസിക്കുന്നത്. എന്നാൽ ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറയാൻ എന്താണ് കൊടിക്കുന്നിൽ സുരേഷിനുള്ളത് എന്നാണ് LDFന്റെ മറുചോദ്യം. അടൂർ MLA ചിറ്റയം ഗോപകുമാർ മാവേലിക്കരയിൽ സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് എവിടെയെല്ലാം പാളി എന്നുള്ളത് ഉയർത്തിക്കാട്ടി തന്നെയായിരിക്കും വോട്ടർമാരെ കാണുക. NDAയ്ക്ക് ഒരു സ്ഥാനാർത്ഥി വന്നാൽ സാമുദായിക പ്രശ്നങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു പ്രചാരണം കൂടി ഇവിടെ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. മൂന്നാം തവണയും മാവേലിക്കരയിൽ നിന്ന് ജനവിധി തേടുമ്പോൾ 6 തവണ ലോക്സഭാംഗമായ പാരമ്പര്യമാണ് കൊടിക്കുന്നിൽ സുരേഷിന് പറയാനുള്ളത്. കൃത്യമായ എതിരാളിയെ പോലും നിർത്താനുള്ള ത്രാണി എതിർചേരിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നതിൽ കാര്യമുണ്ട്. ഈ മാവേലിക്കര ഒരുപക്ഷെ കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ 2 ഓഫീസുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് മാവേലിക്കര, ചെങ്ങന്നൂരും കൊട്ടാരക്കരയിലുമാണ്. ഇവിടെ ഇടതുപക്ഷ MP-മാരെന്ന് വന്നാൽ അവർക്കൊന്നും ഇങ്ങനെയൊന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അവർക്ക് സ്വന്തമായി തന്നെ MLA-മാർക്ക് പോലും ഒരു ഓഫീസില്ലാത്ത ഇടതുപക്ഷ MP-മാർ. CPI പോലുള്ള ഒരു പാർട്ടി ഇവിടെ നിന്ന് ഒരു MP ജയിച്ചു പോയാൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ മണ്ഡലത്തിൽ ജനങ്ങൾക്ക് ആ പാർട്ടിക്കുള്ള സാമൂഹ്യ ബന്ധം എന്താണ്? ആ പാർട്ടിക്കുള്ള ദേശീയ തലത്തിൽ ആ പാർട്ടിക്ക് എന്ത് ബന്ധമാണ്? ഉദ്യോഗസ്ഥ തലത്തിലോ അല്ലെങ്കിൽ മന്ത്രിതലത്തിലോ ഏതെങ്കിലും തലത്തിൽ CPI എന്നൊരു പാർട്ടിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ? അവർക്ക് ജനകീയ പ്രശ്നം, അവരുടെ ഒരു MP ഇപ്പോൾ തൃശ്ശൂരിൽ ജയിച്ച ഒരു ഏക MP ഉണ്ട്, അയാളെ മാറ്റിയെന്തിനാ? കാരണം അയാൾക്കെതിരായ വലിയൊരു ആൻറ്റി ഇൻകംപൻസി ഇവിടെ തൃശ്ശൂരുണ്ട് എന്നുള്ളതാണ്. അയാളെ വീണ്ടും നിർത്തിയാൽ ആ MP ജയിക്കില്ലെന്ന് CPIക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് ആളെ മാറ്റിയത്. ഇവിടെ തന്നെ CPI ഒരു സ്ഥാനാർത്ഥി സ്ഥിരമായി നിർത്തുന്നില്ലല്ലോ. അവർക്ക് ജനങ്ങളുടെ ഇടയിൽ വേണ്ടത്ര വിശ്വാസ്യത സൃഷ്ടിക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ MLA-യുടെ പരിവേഷമുള്ള അല്ലെങ്കിൽ MLA കൊണ്ട് തന്നെ നിർത്തിയിരിക്കുകയാണ്. കാരണം മുമ്പ് നിർത്തിയിട്ട് ജയിക്കാൻ കഴിയാത്തതുകൊണ്ട് MLA വെച്ചെങ്കിലും ഒരു പരീക്ഷണം നടത്തിയാൽ മാവേലിക്കര ജയിക്കാൻ പറ്റുമെന്നുള്ളതാണ് CPIയുടെ അവസാനത്തെ ഒരു ആയുധമാണ് അവരെടുത്തിരിക്കുന്നത്. RSNലും ചെങ്ങറ സുരേന്ദ്രനും പരാജയപ്പെട്ടിടത്ത് ചിറ്റയം ഗോപകുമാറിന് പരിമിതികളുണ്ട്. പ്രളയത്തിന്റെ ദുരന്തം പൂർണ്ണമായ തോതിൽ അനുഭവിക്കുന്ന ഒരു ജനതയുടെ മുന്നിൽ ഭാവിയിലെ കരുതലിനെ കുറിച്ച് പറയുന്നതിൽ പോലും വേണം ശ്രദ്ധ. ചിറ്റയം ഗോപകുമാറിന് മുൻപ് 2 ഘട്ടങ്ങളിലും മത്സരിച്ചിരുന്ന CPI നേതാക്കളെക്കാളും വളരെയേറെ സ്വീകാര്യത ഈ മണ്ഡലത്തിലുണ്ട് എന്ന് മാത്രമല്ല ജാതി ഘടകം ഒരു ഘടകമാണ്. ജാതിയെ നമ്മൾ തുണയ്ക്കുന്നില്ലയോ എന്നുള്ളതല്ല, അതൊരു വസ്തുതയാണ്. ഈ മണ്ഡലത്തിലും സംവരണ മണ്ഡലത്തിലും വസ്തുതയാണ്. അതിൽ KPMSന് മുൻതൂക്കമുണ്ട് ഈ മണ്ഡലത്തിൽ, ഒരു കാര്യം. രണ്ടാമത് 2009-ലും 2014-ലും കൊടിക്കുന്നിൽ സുരേഷിൻ്റെ പ്രചാരണ സമിതി അധ്യക്ഷനായിരുന്നത് ശ്രീ R. ബാലകൃഷ്ണപിള്ളയാണ്. എന്നാൽ ഇക്കുറി അദ്ദേഹം കഴിഞ്ഞ ദിവസമാണ് LDFൻ്റെ മണ്ഡലം കൺവെൻഷൻ, പാർലമെൻറ്റ് മണ്ഡലം കൺവെൻഷൻ മാവേലിക്കരയിൽ നടന്നത്. ആ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തതുപോലും R. ബാലകൃഷ്ണപിള്ളയായിരുന്നു. വളരെ തീക്ഷ്ണമായിട്ടാണ്, അതിരൂക്ഷമായിട്ടാണ് കൊടിക്കുന്നിലിനെ അദ്ദേഹം വിമർശിച്ചത്. അപ്പോൾ ആ നിലയിലുള്ളൊരു പ്രശ്നം R. ബാലകൃഷ്ണപിള്ളയുടെ അതിരൂക്ഷമായ വിമർശനത്തിൻ്റെയും എതിർപ്പിൻ്റെയും ഒരു വശം, പിന്നെ സമുദായ ഘടകങ്ങളുടെ സ്വീകാര്യത, ഇതൊക്കെ ചിറ്റയം ഗോപകുമാറിനെ മാവേലിക്കര മണ്ഡലത്തിൽ 2014-ലെയും 2009-ലെയും LDF സ്ഥാനാർത്ഥിയേക്കാൾ കൂടുതൽ സ്വീകാര്യനാക്കുന്നുണ്ട് എന്നുള്ള വസ്തുതയുമാണ്. അയാൾ കൊട്ടാരക്കര തന്നെ ഉള്ള ആളാണ്, വളരെ മര്യാദക്കാരനാണ്. മര്യാദക്കാരനും തിരഞ്ഞെടുക്കപ്പെടുന്ന വോട്ടർമാരുടെ വിധേയത്വവും കറപ്ഷനൊന്നുമില്ല. എത്രയോ കാലമായിട്ട് എനിക്കറിയാവുന്ന ആളാണ്. അത് നല്ല സ്ഥാനാർത്ഥിയാണ്. നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ തുടർന്ന പക്വതയും ഇടപെടലുകളും മുതൽക്കൂട്ടാവുമെന്ന പ്രതീക്ഷയാണ് LDF പാളയത്തിൽ. മികച്ചൊരു സ്ഥാനാർത്ഥിയെ നിർത്തി മണ്ഡലത്തിൽ ചുവടുറപ്പിക്കാൻ ആവുന്ന കളിയൊക്കെ കളിക്കാൻ BJPയും NDAയും കൂടെയുണ്ടാകും.
മാവേലിക്കര മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ചിത്രം ഇതുവരെയും പൂർണ്ണമായിട്ടില്ല. LDF മാത്രമാണ് ഔദ്യോഗികമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. UDFിന്റെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. പിന്നെ NDA, BJP ആണോ BDJS ആണോ ഇവിടെ മത്സരിക്കുന്നതെന്ന കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല. സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമായാൽ മാത്രമേ മണ്ഡലത്തിലെ അടിയൊഴുക്കുകൾ എങ്ങോട്ടാണെന്ന് പറയാൻ കഴിയൂ. എന്ത് വില കൊടുത്തും മണ്ഡലം നിലനിർത്തുക എന്നുള്ളതാണ് UDFിന്റെ ലക്ഷ്യം. മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ളൊരു ലക്ഷ്യം മുന്നിൽ കണ്ടാണ് LDF തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ സർവാധിപത്യം പുലർത്തിയ LDF ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ആ ആധിപത്യം പുലർത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് വോട്ടർമാരെ കാണാനിറങ്ങുന്നത്. മണ്ഡലത്തിൽ സജീവ സാന്നിധ്യമാവുക അല്ലെങ്കിൽ വോട്ട് ഉറപ്പിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് NDAക്ക് ഈ തെരഞ്ഞെടുപ്പിലൂടെ മാവേലിക്കരയിൽ ഉണ്ടാക്കാൻ കഴിയുന്ന നേട്ടം.